ഏവർക്കും സ്നേഹമാണ്. ഇന്ന് നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നതായ ഭാഗം നാം ഏവൻ കീഴിലായി വായിച്ചിരിക്കുന്നതായ ഭാഗമാണ്. ശുദ്ധമായ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 20 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളെ നാം ഏവൻ കീഴിലായി വായിച്ചിട്ടുണ്ട്. അതിൽ പൊതുവാക്യമായി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 28-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിധിയാനും കൊടുക്കാനും വന്നതുപോലെ തന്നെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായൊന്നുമില്ല, സർവ്വവും നിന്ദാനം, സ്വസ്ഥമായുറങ്ങീടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ ആശ്വാസം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെതിരെ ദൈവസ്നേഹം വർണ്ണിച്ചിടാം. വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാം. വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. എത്ര സ്തുതിച്ചാലും വാക്കുകൾ പോരാന്ന് മതിയാനായ ദൈവമേ, ഞങ്ങളെ എത്ര അതിശയകരമായ ഓരോ ദിവസവും ഇവിടെ നടത്തുന്ന വലിയ കൃപയെ ഓർത്ത് സ്തോത്രം പ്രാർത്ഥിക്കുന്നു. നിന്റെ പാദപീഠങ്ങളിൽ അല്പസമയം വചനത്തിൽ നിന്നല്ലായിരിക്കണ നിന്റെ കൃപയാലങ്ങളെ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന ദാസനും വചനം കേൾക്കുന്നതായ അവിടുത്തെ പരിശുദ്ധ ശക്തിയാൽ നിർത്തണമേ. നിർമ്മോടാലും കൊണ്ടുവരണം. പ്രാർത്ഥന സ്തോത്രം തന്നെ. ആമേൻ. ഇന്ന് സഭയായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം വളരെയേറെ സുപരിചിതവും എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെയേറെ ഗൗരവമായി എടുക്കേണ്ടതുമായ വലിയ വിഷയമാണ്. കാരണം ഇന്ന് സഭയായി ചിന്തിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് പട്ടത്ത ശുശ്രൂഷ യാഗമാകാനുള്ള ഒരു വിളി എന്നുള്ളതാണ്. പട്ടത്ത ശുശ്രൂഷ യാഗമാകാൻ ഉള്ള വിളി. ഓർഡൈൻഡ് മിനിസ്ട്രി കോൾഡ് ടു ബി സാക്രിഫൈസ്. ഓർഡൈൻഡ് മിനിസ്ട്രി കോൾഡ് ടു ബി സാക്രിഫൈസ്. നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്, ആരാണ് പട്ടക്കാരൻ? ആരാണ് പട്ടക്കാരൻ എന്നുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം, സഭാവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നും മുൻപിൽ നിൽക്കുന്ന വലിയ ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിൽ ഉയർന്നു വരുന്ന വലിയ ചോദ്യം പട്ടക്കാരൻ ആരാണ്? വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നവൻ, കൂദാശ നടപ്പിലാക്കുന്നവൻ, അല്ലെങ്കിൽ കൂദാശ ദൈവത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്നവൻ, ജനത്തിന് വേണ്ടി കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കണം. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായി ദൈവം വിളിച്ച് വേർതിരിച്ച് തന്റെ ജനത്തിന് വേണ്ടി മുട്ടുമേൽ നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവനായി തീരുന്ന ഒരു വ്യക്തിയാണ് പട്ടക്കാരൻ എന്ന് പറയുന്നത്. സഭയിലെ പൗരോഹിത്യത്തെയും ദൈവിക ശുശ്രൂഷകളെയും വെറും അധികാര സ്ഥാനങ്ങളായോ പദവികളായോ കാണുന്നതായ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച ശുശ്രൂഷ ശൈലി തികച്ചും വ്യത്യസ്തമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് അധികാരത്തിന്റെ പദവിയല്ല, പദവികളുടെ ആലങ്കാരികവുമല്ല, മറിച്ച് ആത്മത്യാഗത്തിൻ്റെതാണ് എന്ന് ഓരോ പൗരോഹിത്യ ശുശ്രൂഷയും നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. നാം വായിച്ചു കേട്ടതായ ഈ വേദഭാഗത്ത് സബദിപുത്രന്മാരുടെ അമ്മ ക്രിസ്തുവിനോട് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഒരു അപേക്ഷ മുൻപിലേക്ക് വെക്കുകയാണ്. എന്താണ് അപേക്ഷ? നിന്റെ രാജ്യത്തിന്റെ നാൾ വരുമ്പോൾ എന്റെ ഒരു മകനെ വലത്തും എന്റെ ഒരു മകനെ ഇടത്തും ഇരുത്തണം എന്നുള്ളതായ വലിയ ആവശ്യം. ലളിതമായി പറഞ്ഞാൽ, വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും ഉയർന്ന ഉന്നത സ്ഥാനം നൽകണം എന്നുള്ളതായ ഒരു ആവശ്യമാണ് ആ അമ്മയുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇത് കേട്ടതായ മറ്റ് 10 ശിഷ്യന്മാരും വളരെയധികം കോപിച്ചു എന്ന് കാണുവാനായിട്ട് ഇടയായിത്തീരും. കാരണം അവരും
ഒരു ചെറിയ രീതിയിലെങ്കിലും ആഗ്രഹിക്കുന്നത് ഈ സ്ഥാനമാണ്. ഈ സാഹചര്യത്തിലാണ് യേശു ക്രിസ്തു അവരെ അരികിലേക്ക് വിളിച്ച് ക്രൈസ്തവ ശുശ്രൂഷയുടെ യഥാർത്ഥ മർമ്മം അവരെ ഉപദേശിക്കുന്നതിന് ഇടയായി തീരുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത്, ലൗകിക ഭരണാധികാരികൾ എന്ന തങ്ങളുടെ മേൽ അധികാരം എന്നും തങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി. എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല എന്ന് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുകയാണ്. നിങ്ങളിൽ വലിയവരാകാൻ ആഗ്രഹിക്കുന്നവർ, ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം എന്ന് യേശു ക്രിസ്തു ഇവിടെ വ്യക്തമായി 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വചന വെളിച്ചത്തിൽ ദൈവവിളിയെയും ശുശ്രൂഷയെയും പറ്റി 3 ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ച് എന്റെ വാക്കുകളെ വളരെ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പറയുന്നു, യോഹന്നാനും യാക്കോബും സഹോദരന്മാരായ ഇവർ സിംഹാസനങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ യേശു അവരോട് ചോദിക്കുന്നതായ ഒരു വലിയ ചോദ്യമുണ്ട്. ഞാൻ കുടിക്കുന്നതായ പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാനായിട്ട് സാധിക്കുമോ? ഞാൻ ഏൽക്കുന്നതായ സ്നാനം നിങ്ങൾക്ക് ഏൽക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് ക്രിസ്തു അവരോട് ചോദിക്കുന്ന ചോദ്യം ആയിട്ട് കാണുവാനായിട്ട് സാധ്യമായി തീരും. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പാനപാത്രവും സ്നാനവും കഷ്ടാനുഭവങ്ങളിലേക്കുള്ള വിളി. പാനപാത്രവും സ്നാനവും കഷ്ടാനുഭവങ്ങളിലേക്കുള്ള വിളി. വേദപുസ്തകത്തിൽ പാനപാത്രം എന്ന് പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദൈവഹിത പ്രകാരമുള്ള കഷ്ടാനുഭവങ്ങളെയും ദൈവ കോപത്തെയും സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറയുകയാണ്. യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ പൂർത്തിയാക്കിയത് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടല്ല, മറിച്ച് കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നുകൊണ്ടാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നതായ നാം ഓരോരുത്തരും വലിയ ആദരവോ സുഖ സൗകര്യങ്ങളോ നേടുക എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുകാരാവുക, ആ പാനപാത്രത്തിൽ പങ്കുകാരാവുക എന്നുള്ള വലിയ ഉദ്ദേശശുദ്ധിയിലേക്കാണ് ക്രിസ്തു എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗത്തിന്റെ നിറഞ്ഞതായ ജീവിതമാണ്, ഒരു ത്യാഗപൂർണമായ ഒരു ജീവിതമാണ്. സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറ്റിവെച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങുന്ന ജീവിതമാണ് ദൈവ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ആവശ്യവും അത്യാവശ്യവുമായ കാര്യം എന്ന് പറയുന്നത്. തങ്ങളുടെ ഇഷ്ടങ്ങളും തങ്ങളുടെ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി കീഴടങ്ങുന്നതായ ജീവിതം. മറ്റൊന്ന്, നിന്ദകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങുന്നതായ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തുവിനെ പോലെ ലോകത്തിന് മുൻപിൽ സാക്ഷികളായി തീരുവാൻ, സഭയ്ക്കും ജനത്തിനും വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുവാനായിട്ട് ഈ ശുശ്രൂഷയിലൂടെ സാധ്യമായി തീരുന്നു എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ക്രിസ്തു ഇവരോട് ഇത് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് ഇത് സാധിക്കുമെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവരോട് പറയുന്ന മറുപടിയാണ്: എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, യാക്കോബ് വാളാൽ സാക്ഷീകരിക്കപ്പെട്ടു, രക്തസാക്ഷിയായി തീർന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് വെറും ഒരു പൂർണ്ണതയല്ല കർത്താവിന് പ്രിയമുള്ളവരെ, മറിച്ച് മുള്ളുകൾ നിറഞ്ഞ പാത്രമാണ് എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെടിയാൻ പോലുമുള്ള ഒരു വലിയ വിളിയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ സുവിശേഷ ഭാഗത്തിലെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഒരു വാക്യമായി വായിച്ചു കേട്ടതായ 28-ാം വാക്യമാണ്. ശുശ്രൂഷിപ്പാനല്ല, അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനത്രേ എന്ന് ക്രിസ്തു പറയുന്നതായ വലിയ സത്യമുണ്ട്. ലൗകിക ചിന്താഗതി അനുസരിച്ച് ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ മറ്റുള്ളവരിൽ നിന്ന് ആത്മപ്രശംസയും ശുശ്രൂഷയും പ്രതീക്ഷിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ വലിയ പദവികൾ ലഭിക്കുമ്പോൾ ആളുകൾ തങ്ങളെ തന്നെ സേവിക്കണം, അണങ്ങണം എന്നൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്നവരായിത്തീരുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ മാതൃക എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നാഥനായ ക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിക്കൊണ്ടാണ്, തന്റെ ദാസന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ
ചെയ്യുന്നത് എന്ന് കാണുവാനായിട്ട് സാധ്യമായി തീരും. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനുള്ള വിളിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒരു അഭിഷിക്തന്റെ യഥാർത്ഥ യോഗ്യത അവൻ എത്ര പേരെ ഭരിക്കുന്നു എന്നതിലല്ല, മറിച്ച് അവൻ എത്ര പേരെ സേവിക്കുന്നു എന്നതിലാണ്. താഴ്മയുടെ ആത്മാവായി തീരണം ഓരോ ശുശ്രൂഷകനും. അഹങ്കാരമോ അധികാരഭാവമോ ഇല്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഓരോ ശുശ്രൂഷകനും സാധ്യമായി തീരുമ്പോഴാണ് ആ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്നത് എന്ന് പറയുവാനായിട്ട് സാധിക്കും. എല്ലാവരുടെയും ദാസനായി തീരുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. സഭയിലെ പദവികൾ എല്ലാം നമുക്ക് ഭരിക്കുവാനുള്ള അധികാര പത്രങ്ങളല്ല, മറിച്ച് സേവിക്കുവാനുള്ള ഉത്തരവാദിത്വ ബോധ്യമാണ് എന്നുള്ള ഉറപ്പോടുകൂടി വേണം ഓരോ സഭാ ശുശ്രൂഷയിലേക്കും പടികൾ കയറുവാൻ എന്ന് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ള നിലയിൽ ജനത്തിന്റെ കണ്ണീരൊപ്പുന്നവരും രോഗികളെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്നവരുമായി തീരണം നാം ഓരോരുത്തരും. തങ്ങളെ തന്നെ വിനയപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് നമുക്ക് പൗരോഹിത്യ ശുശ്രൂഷ പൂർണ്ണമായി തീരുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ പങ്കുകാരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതും അവസാനമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ വീണ്ടെടുപ്പിന്റെ ഒരു വലിയ വിലയാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചിന്ത, വീണ്ടെടുപ്പ് വിലയാവുക ആത്മത്യാഗത്തിന്റെ ജീവിതം. വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് പഴയ ചരിത്രകാലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടിമകളെ വില കൊടുത്ത് വാങ്ങിയിരുന്നതായ, അല്ലെങ്കിൽ അവരെ അടിമകളെ വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രമാക്കുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് ഉപയോഗിക്കുന്ന തുകയാണ് ഈ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത്. ക്രിസ്തു തന്റെ സ്വന്തം ജീവൻ നൽകി നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ പൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ക്രിസ്തുയാഗത്തിന്റെ തുടർച്ചയാണ്. പ്രിയമുള്ളവരെ, തങ്ങളെ തന്നെ യാഗമായി അർപ്പിക്കുന്ന ഒരു ജീവിത ശൈലി നാം ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് ക്രിസ്തു നമ്മോട് പറയുകയാണ്. സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുവാനായിട്ട് ഇടയായിരിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു ദൈവസ്വരൂപത്തിലായിരുന്നിട്ടും തന്നെ താൻ ശൂന്യമാക്കി ദാസരൂപം എടുത്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശുശ്രൂഷ സമയത്ത് തന്നെ സ്വയം ക്രൂശീകരിക്കുവാനായിട്ട് ഇടയായി തീരണം. മറ്റുള്ളവരുടെ പറയുന്നത് മറ്റുള്ളവർക്കായി ജീവിതത്തെ മാറ്റിവെക്കുന്നവനായിരിക്കണം ഒരു ഉത്തമ ശുശ്രൂഷകൻ എന്ന് പറയുന്നു. നമുക്കറിയാം, മെഴുകുതിരിയുടെ ജീവിതം സ്വയം ഒരുക്കി തീർന്ന മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുന്നതോടൊപ്പം സ്വയം ഇല്ലാതെയായി തീരുന്നതായ അവസ്ഥ. ഒരു യഥാർത്ഥ ദൈവദാസൻ തന്റെ സമയവും കഴിവും പണവും സമ്പത്തും ഒക്കെ സഭയ്ക്കും ജനത്തിനുമായി ഒരുക്കി തീർക്കാനായി സമർപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളെ കാണുവാനും അതിനെ പരിപാലിക്കുവാനും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനും കടമപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും. പൗരോഹിത്യം എന്നത് വെറും ഒരു ലൗകികമായ ഒരു ജോലിയല്ല, അതൊരു ആത്മസമർപ്പണമാണ്. ഇപ്രകാരം പറഞ്ഞാൽ, ordained ministry is not a profession but it's a vocation. Ordained ministry is not a profession but it's a vocation. ആത്മസമർപ്പണത്തിലൂടെ മാത്രമേ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ഒത്തുതീർപ്പാക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. കർത്താവിൽ പ്രിയമുള്ളവരെ, യാഗപീഠത്തിന്മേൽ അർപ്പിക്കപ്പെട്ട കാഴ്ച വസ്തുവായി തീരണം ഓരോ ദൈവദാസനും. സുഗന്ധവർഗ ധൂപം പോലെ ദൈവസന്നിധിയിൽ സുഗന്ധം പരത്തുന്നവരായി തീരണം ദൈവിക ശുശ്രൂഷകർ എന്ന് പറയുവാനായിട്ട് ഇടയായി തീരണം. സ്വയം ഇല്ലാതെയാകുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നവരായി തീരണം ഒരു ദൈവിക ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തങ്ങളെ തന്നെ യാഗമായി നിൽക്കുമ്പോൾ മാത്രമേ ആത്മീയ ഉണർവും ഓജസ്സും തേജസ്സും ദൈവിക കൃപയിൽ അനുഭവിക്കാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. പൗരോഹിത്യ ശുശ്രൂഷ ചിന്തകൾ കേവലം വൈദികർക്കോ ശുശ്രൂഷകർക്കോ മാത്രം ബാധകമായ ഒന്നല്ല, മറിച്ച് വിസ്തൃതമായ അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ മാമോദിസ മുങ്ങിയ നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നാം എല്ലാവരും ഈ പുരോഹിത വർഗത്തിന്റെ അംശികളും അവകാശികളുമാണ്. അതിനാൽ ഈ ത്യാഗത്തിന് വേണ്ടി നമുക്ക് ഏവർക്കും ഉണ്ടാകേണ്ടതാണ്. മറ്റുള്ളവർക്കായി സ്വയം യാഗമായി തീരുവാനായിട്ടാണ് ക്രിസ്തു എന്നെയും നിങ്ങളെ വിളിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, പുരോഹിതന്മാർ ശുശ്രൂഷകർ ഒക്കെയും ഇവിടെ ആയിത്തീരുന്നത് ജനമാകുന്ന വിശ്വാസ സമൂഹത്തിന് വേണ്ടി, അവരുടെ പാപയ പരിഹാരത്തിന് വേണ്ടി
കർത്തൃസന്നിധിയിൽ മുട്ടുകളെ മടക്കി കണ്ണുനീരോടുകൂടി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണ് പട്ടക്കാർ. ആ പട്ടക്കാരോടൊപ്പം അവരോടൊട്ടും താഴെയുമല്ല മുകളിലുമല്ലാതെ അവരോടൊപ്പം പ്രാർത്ഥന കഴിക്കുന്നവരാണ് നാം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വിശ്വാസ സമൂഹവും. അതുകൊണ്ട് പട്ടക്കാരൻ രാവിലെ ദൈവസന്നിധിയിൽ വന്ന് ആദ്യം എടുക്കുന്ന ശുശ്രൂഷ തുയാപ ശുശ്രൂഷയാണ്, ഒരുക്ക പ്രാർത്ഥനയാണ്. ആ ഒരുക്ക പ്രാർത്ഥനയ്ക്കായി പട്ടക്കാരനോട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ആ പട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജനത്തിന് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന പട്ടക്കാരന് വേണ്ടി ദൈവമേ ബലപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദേവാലയത്തിനായിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ചെയ്യുന്ന ശുശ്രൂഷ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ് എന്ന് മറന്നു പോകരുത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കട്ടെ. ഓടേണ്ട മിനിസ്ട്രി ഈസ് നോട്ട് എ പ്രൊഫഷൻ ബട്ട് ഇറ്റ്സ് എ വൊക്കേഷൻ. ആത്മസമർപ്പണത്തിന്റെ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിലേക്കാണ് എന്നെ നിങ്ങളെ എല്ലാവരെയും ദൈവം വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്കായി സ്വയം യാഗമായി തീരുന്നിടത്താണ് നമ്മുടെ ശുശ്രൂഷ അർപ്പണബോധമുള്ളതായി തീരുന്നത്. അതിനായി നമ്മെ തന്നെ ഒരുക്കാം. അതിനായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ക്രിസ്തുവിന് വേണ്ടി യാഗമായി തീരുവാൻ എന്നെയും നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. ആ വിളിക്ക് കാതോർത്തുകൊണ്ട് ശുശ്രൂഷകാരായി തീരുവാൻ പോകണം. ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അതിനായി നമുക്ക് ഓരോരുത്തർക്കും വരിക. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം.